നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കുറേ പേരൻസിനുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പൊതുവേ പേരൻസ് പറയുന്ന ഒരു വലിയൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അവർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. പ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേർ പഠിക്കും. ഒരു ഉദാഹരണം പറയുകയാണ്, പിള്ളേർ പഠിക്കും. ഇവിടെ വലിയ പഠിത്തമൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഈ പഠിത്തം കാരണം പേരൻസിനുണ്ടാകുന്ന ഒരു സാമ്പത്തികമായ ഒരു ബാധ്യതയുണ്ട്. ലോണ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ വീടിൻ്റെ വസ്തു വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വേറെ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടായിരിക്കും. ഇതൊക്കെ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ട്. അതിപ്പോൾ ഈ പേരൻസ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്തുവാ, നമ്മുടെ കുഞ്ഞ് പഠിക്കുന്നു, പഠിത്തം കഴിയുന്നു, ഒരു ജോലിയാകുന്നു, അവർ നമ്മുടെ ബാധ്യതകൾ ഏറ്റെടുത്ത് അവർ നമ്മളെ സംരക്ഷിക്കുമെന്നൊരു ചിന്തയിലേക്ക് വരും. ഒരുപാട് പേരൻസൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് പറഞ്ഞാൽ, എനിക്ക് ജോലിയായി കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലി നാട്ടിൽ പൊയ്ക്കോ, ഇനി ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ മാക്സിമം നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്നിപ്പം ഇത് തന്നെ ആഗ്രഹിക്കുന്നത് പല പേരൻസ് ഇത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഉത്തരവാദിത്തം എടുക്കാൻ വയ്യ. എന്നോട് 3 പേരൻസ് ഒരേ സ്ഥലത്ത് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞ ഈ 3 പേരൻസിൻ്റെയും മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കിപ്പോൾ ജോലിയുണ്ട്, അവർക്ക് കിട്ടാവുന്ന ശമ്പളം അത് മതി, അവർക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നത്. അതായത് അപ്പനെ അമ്മയെ സംരക്ഷിക്കണമെന്നോ, ഞാൻ കാരണം അപ്പനും അമ്മയ്ക്കും ഉണ്ടായ ബാധ്യത ഞാൻ തീർക്കണമെന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ പറയുന്നത്, അവർ ചോദിക്കുക, നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്നെ പഠിപ്പിക്കാൻ, ഇന്നടത്ത് വിട്ട് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, അല്ല ഇത്ര രൂപ കടം മേടിച്ച് വെക്കാൻ ഞാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ ഇതിന് എന്നെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. പിള്ളേർ ഏറ്റെടുക്കുന്നില്ല. എന്നോട് പറയാൻ, ഇത്രയും പ്രായമായിട്ടും, സാധാരണ നമുക്കറിയാലോ, ഒരു പ്രായമാകുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഓക്കെ ഞാൻ മതി, ഇനി സെറ്റിലായി നാട്ടിൽ പോയി സ്വസ്ഥമായിട്ട് നിൽക്കണമെന്ന്. ഇപ്പോഴും മക്കൾ കാരണവും മറ്റ് അവർക്ക് റെഡിയാക്കാൻ കൊടുത്ത സെറ്റപ്പ് കാരണവും കടമായത് ഇപ്പോഴും പല ആൾക്കാരും വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ നാട്ടിലും മറ്റ് സ്ഥലത്തുമൊക്കെ അവരുടെ ലൈഫുമായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരുമായ രീതിയിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ ഓക്കെ നമ്മുടെ ഉത്തരവാദിത്തം അല്ല എന്നുള്ള ചിന്തയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ മക്കളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു നോക്കുമെന്ന്, അല്ലെ നിങ്ങളുടെ ബാധ്യതകൾ, അവർക്ക് വേണ്ടി നിങ്ങളുണ്ടാക്കിയ ബാധ്യതകൾ അവർ വീട്ടുമെന്ന് നിങ്ങൾ കരുതി ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകരുത്. താങ്ക് യു.